ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബോൾഗാട്ടി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ വികാരിയച്ഛനാണ്, ജോൺ ക്രിസ്റ്റഫർ അച്ഛൻ. ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ഒരു ആത്മീയമായ ഒരു ഉണർവിൻ്റെ ഒരു സമയമാണ്. ഈ 5 ദിവസം കൊണ്ട് ഒരുപാട് പേരിലേക്ക് ഈശോയുടെ വചനത്തിൻ്റെ അഭിഷേകവും അതുപോലെ തന്നെ കർത്താവ് സ്ഥാപിച്ച കൂദാശകളോടുള്ള സ്നേഹമൊക്കെ വളർത്താൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന അച്ഛന്മാർ ഒരുപാട് അവർ ഈ ദിവസങ്ങളിൽ ഒരുപാട് പേരെ പ്രചോദിപ്പിക്കാൻ അവർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇതുപോലെ ഒരു ശുശ്രൂഷ യാതൊരു പ്രതിഫലവും പറ്റാതെ വിൻസെൻഷ്യൻ സഭാംഗങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ അഭിനന്ദിക്കുന്നു. തുടർന്നുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മാധ്യസ്ഥ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച നമ്മൾ ആരംഭിച്ച ശുശ്രൂഷയിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു, ഒരു സംശയം വേണ്ട. അതിരാവിലെ ശുശ്രൂഷയ്ക്ക് വരുന്നു, രാത്രിയിൽ ശുശ്രൂഷ, പിറ്റേ ദിവസം രാവിലെ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട്. ഇതെന്തൊരു ധ്യാനം അല്ലേ? ആദ്യത്തെ ദിവസങ്ങൾ ചിലർക്ക് തോന്നിയില്ലേ, ദൈവമേ പീഡാനുഭവ ധ്യാനം കൂടിയിട്ടുണ്ട്, വളർച്ചാ ധ്യാനം, വിളർച്ചാ ധ്യാനം, പലതും കൂടിയിട്ടുണ്ട്. ഇതെന്തൊരു ധ്യാനം? ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൽ നീ എടുത്ത ത്യാഗപ്രവൃത്തി നിന്നിൽ അതിശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയത് എന്നറിയാവോ? പരിശുദ്ധാത്മാവ്. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം കഷ്ടതകളും ദുഃഖങ്ങളും ഉണ്ടായാലും നിന്റെ ജീവിതത്തിൽ നിന്നെ തളർത്താതെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോ പറഞ്ഞതുപോലെ നമുക്കും പറയാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തി പറഞ്ഞ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എല്ലാ ദിവസവും ഉണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കിയേ, എല്ലാ ദിവസവും ഒരു 10-15 തവണയെങ്കിലും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണം. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. സങ്കടം എന്ന് പറയണത് എന്നാണെന്നറിയാവോ? നമ്മൾ പലതും പറയുന്നത് വേറെ കാര്യങ്ങളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എന്നതാ ഈ ദിവസം, നശിച്ച ദിവസം, കൊള്ളിയേല, മഴയാണ്, വേനലാണ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയാതെ എങ്ങനെ പറയണം? ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ വിഷമമൊക്കെ സങ്കടമൊക്കെ വരും നമ്മുടെ ജീവിതത്തിൽ. പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ ചില രോഗങ്ങളും ചില വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസർക്ക് എഴുതിയ 2-ാം പുസ്തകം, നമ്മൾ ആദ്യം പറഞ്ഞത് 1-ാം പുസ്തകം, 2-ാം പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, തിമോത്തിയോസേ, നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും നീ ഉജ്ജ്വലിപ്പിക്കണം, അതിനെ ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഉജ്ജ്വലിപ്പിക്കണം. പറഞ്ഞേ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കും റീകിൻഡിൽ. നിനക്ക് ലഭിച്ച കൃപയെ നീ ഉജ്ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ധ്യാനം കഴിഞ്ഞ് ഇനി എല്ലാം ടിപ് ടോപ്പ്, ഇനി ഒന്നും പ്രാർത്ഥിക്കേണ്ടെന്നല്ല. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു അഭിഷേകമുണ്ട്, ഈ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത്, ഇതിനെ നമ്മൾ ജ്വലിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, മൊബൈൽ ഫോൺ നമ്മൾ ചാർജ് ചെയ്തു ഉപയോഗിക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കും തോറും ചാർജ് കുറയുമോ കൂടുമോ? അറിയാലോ, നിങ്ങൾ നോക്കിയേ. അപ്പം മൊബൈൽ ഫോൺ ചാർജ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ചാർജ് ചെയ്യണം. എവിടെ കുത്തണം? കുത്തേണ്ട സ്ഥലത്ത് കുത്തണം. ചാർജ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്ത് കുത്തണം.
ചിലപ്പോൾ സമയത്ത് നമ്മൾ കുത്തിയിട്ട് നമ്മൾ വിചാരിച്ചു ചാർജ് കയറുന്നുണ്ട്, ദേ അരമണിക്കൂർ വന്നപ്പോൾ ദേ അത് ശരിയായിട്ടില്ലായിരുന്നു കുത്തി. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ കൃത്യമായിട്ട് കുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്നറിയാവോ? ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ചാർജിങ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരാഴ്ചക്കാലം നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി നമ്മളെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം, കുടുംബ കൂട്ടായ്മയിൽ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാർജിങ് പൊസിഷനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദേ നിനക്ക് കിട്ടിയ കൃപാവരം അവഗണിക്കാതെ കിട്ടിയ കൃപാവരത്തെ ഉജ്ജ്വലിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യം നിന്റെ ശരീരത്തിൽ വലിയ അത്ഭുതകരമായ മാറ്റം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ചിരിക്കണം. നിവർന്നിരുന്ന് നന്നായിട്ട് ചിരിച്ചോ. യെസ്, എന്നെ രസ കാണാൻ അല്ലേ. വീട്ടിൽ ചെല്ലുന്നു, പോപ്പുലേഷൻ ധ്യാനം കഴിഞ്ഞ് ഇന്നിപ്പോൾ വീട്ടിലോട്ട് ചെല്ലുന്നു, എന്ത് ചെയ്യണം, ചിരിക്കണം. വീട്ടിൽ ചെല്ലുമല്ലോ അല്ലേ. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ കാലേന്ന് ഇങ്ങനെ കയറി വരും, ഇവളോട് അവിടെ പാത്രം കഴുകിയിട്ടിട്ട് പോകാൻ പറഞ്ഞിട്ട് ഇവള് അല്ലേ. പക്ഷേ കാലേന്ന് കയറി ചൊറിഞ്ഞു വരുമ്പം ഒന്നും ചെയ്യരുത്, എന്ത് ചെയ്യണം, ചിരിക്കണം. അതേന്ന് മകളെ നോക്കി ചിരിക്കണം. അപ്പോൾ അവൾക്ക് തോന്നും എനിക്കാണോ വട്ട് അമ്മയ്ക്കാണോ വട്ട്, എൻ്റെ അമ്മ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എൻ്റെ അമ്മ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. പണ്ട് അമ്മ ചാടിക്കളിക്കുന്ന കള്ളിയാങ്കാട്ട് നീലിയായിരുന്നു, ദേ ഇപ്പം അമ്മ മാലാഹനെ പോലെ ചിരിക്കുന്നു. ആർക്ക് മാറ്റം ഉണ്ടാവും? അല്ല, അമ്മ മാറിയല്ലോ, അപ്പോൾ പിന്നെ ആർക്ക് മാറ്റം ഉണ്ടാവും? ഈ ചിരി കാണുന്ന മകൾക്ക് മാറ്റം ഉണ്ടാവും. നോക്കിക്കോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചില ആത്മാക്കൾ വരാത്ത ചില ആത്മാക്കളുണ്ടേ, എനിക്കറിയാം. ചിലതിനെ വിളിച്ചിട്ട് വന്നില്ല അച്ഛാ, വീട്ടിലുണ്ട്. ദേ അവരോട് യുദ്ധം ചെയ്യാൻ പോകണ്ട, അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ നോക്കി ചിരിക്കണം. അതേന്ന്. അപ്പോൾ അവർക്ക് തോന്നും ദൈവമേ ഇതെന്നതായി പരിപാടി. അതേന്ന് അവൻ്റെ ഉള്ളിലും അവളുടെ ഉള്ളിലും തോന്നണം പരിശുദ്ധാത്മാവ്. നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ പെരുമാറ്റത്തിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം പഠിപ്പിക്കുന്നത്, ഇനി നിന്റെ ജീവിതം ഈ പരിശുദ്ധാത്മാവിൽ എങ്ങനെ ജീവിക്കണം എന്നറിയോ? ലൂക്കാസ് വിശേഷം 12:12 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോ പെരുമാറ്റത്തിലും കൃത്യവ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടതെന്ന്, എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. 3 കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? ശരീരം, മനസ്സ്, ആത്മാവ്. 3 കാര്യങ്ങൾ. ശരീരം, മനസ്സ്, ആത്മാവ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്നറിയാവോ? ഈശോ എപ്പോഴും ആത്മാവ് പറയുന്നതനുസരിച്ചു. ശരീരം, മനസ്സ്, ആത്മാവ്. ഈശോ ആര് പറയുന്നതനുസരിച്ചു? ആത്മാവ് പറയുന്നതനുസരിച്ചു. ശരീരം പറയുന്ന ശരീരത്തിൻ്റെ അഭിലാഷം അനുസരിച്ച് ജീവിക്കരുത്. നമ്മുടെ ശരീരം പലതും ആവശ്യപ്പെടും. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ചിലരുടെ ശരീരം ആവശ്യപ്പെടും, ഈ കത്തിനാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, ഉള്ള സമയത്ത് ഒന്ന് കിടന്നുറങ്ങാം. നമ്മുടെ ശരീരം ആവശ്യപ്പെടും. ജയ്യൊക്കെ വിളിച്ച് വന്നതാണ്, കയ്യൊക്കെ അടിച്ച് വിഷമിച്ചിരിക്കുവാണ്, എന്നാൽ പിന്നെ ഒന്ന് കണ്ണടയ്ക്കാം. ആരാവശ്യപ്പെടും? ശരീരം ആവശ്യപ്പെടും. ശരീരം ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ആവശ്യപ്പെടും. ശരീരം ആവശ്യപ്പെടുന്നത് കൊടുക്കരുത്. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ആത്മാവിൽ നിഹനിക്കണം. അതാ ദൈവ മക്കളുടെ ഒരടയാളം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിപ്പിക്കുന്നതാണ്, നിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നീ ആത്മാവിനാൽ ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരീരം പലതും ഇങ്ങനെ തോന്നിപ്പിക്കും. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരീരം, മനസ്സ്, ആത്മാവ്. രണ്ടാമത്തെ മനസ്സ്. മനസ്സിൽ എന്താ ഉള്ളത്? വികാരങ്ങൾ, ഇമോഷൻസ്. മനസ്സിൽ ഇഷ്ടം പോലെ വികാരങ്ങളുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, വികാരങ്ങൾ കടിമപ്പെടരുത്. വികാരങ്ങൾ കടിമപ്പെട്ടാൽ മലയാളത്തിൽ എന്തു പറയും? വികാരം പടികടന്നു വരുമ്പോൾ വിവേകം പടികടന്നു പോകും. വികാരത്തിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഉള്ള വികാരമല്ല നാളെയുള്ളത്, നാളെയുള്ളതല്ല മറ്റന്നാളുള്ളത്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ പത്രമാധ്യമങ്ങളിൽ പല വാർത്തകളും വരുമ്പോൾ സംഭവിക്കുന്നത് എന്നറിയാവോ? വികാരം തലയ്ക്കകത്തോട്ട് കയറിയിരിക്കുക. കൂട്ടുകാർ പറയുന്നതാണ് ശരി,
കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്ന് കരഞ്ഞോണ്ട് പറയും, എൻ്റെ അച്ഛാ, എൻ്റെ മകൻ 10ാം ക്ലാസ് വരെ അൾത്താര ശുശ്രൂഷയായിരുന്നു എൻ്റെ മകൻ. ഇപ്പം അവൻ പള്ളിയില്ല, പ്രാർത്ഥനയില്ല, രാത്രിയിൽ എപ്പോഴെങ്കിലും കയറി വരും, എന്നിട്ട് പകൽ സമയം പോത്തുപോലെ കിടന്നുറങ്ങും. അമ്മയുടെ ഡയലോഗാ. വൈകുന്നേരം ആകുമ്പം കുളിച്ച് ഒരു കീറിയ ജീൻസ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകും, എന്നിട്ട് രാത്രി പിന്നെ എപ്പോഴെങ്കിലും കയറി വരും. ഞാനപ്പോൾ ചോദിച്ചു, അപ്പനില്ലേ? എൻ്റെ അച്ഛാ, എൻ്റെ പ്രാർത്ഥന എന്നാണെന്നറിയാവോ? അപ്പനും മകനും തമ്മിൽ കാണല്ലേ എന്നാണ് പ്രാർത്ഥന. അതെന്താ? കണ്ടാൽ അപ്പോൾ അടി ഉറപ്പാ. ഞാൻ ചോദിച്ചു, അപ്പൻ മകനെ അത്രയും തല്ലുവോ? മകനെ അല്ല, മകൻ അപ്പനെ തല്ലും. അത് കാരണം കാണല്ലേ എന്നാ പ്രാർത്ഥന. അപ്പൻ ഭർത്താവ് എന്നോട് എപ്പോഴും പറയണത് എന്നാന്നറിയാവോ? നിന്റെ വളർത്തു ദോഷം കൊണ്ടാണ് അവൻ അങ്ങനെ ആയിപ്പോയത്. നിന്റെ വളർത്തു ദോഷം കൊണ്ട് അങ്ങനെയാണ് ആയിപ്പോയത്. എൻ്റെ അച്ഛാ, ഒരേ ഒരു മകനല്ല, പൊന്നുപോലെ ഞാൻ വളർത്തിയതാ. ഇപ്പൊ അവന് ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, കൂട്ടുകാര് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. കൂട്ടുകാര്. എന്നെ പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ മനസ്സിൽ ഒരു കാര്യം കൃത്യമായിട്ട് ഉറപ്പിക്കണേ, വികാരത്തിനനുസരിച്ച് തീരുമാനം എടുക്കരുത്. പിന്നെ എന്ത് വേണം? പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. ശരീരം, മനസ്സ്, ആത്മാവ് ആരെ അനുസരിക്കണം? പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. അതാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം നിന്റെ മുമ്പിൽ വെച്ചു നീട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൃഗായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൃഗായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന, കൈകൾ ഉയർത്തി ആരാധന, എഴുന്നേറ്റ് നിന്ന് ആരാധന, അങ്ങേക്കാരാധന. കരങ്ങൾ വീശി പാടിക്കേ. ആരാധന, 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 അങ്ങേക്കാരാധന. എല്ലാവരും പാടിക്കേ. ആരാധന, 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 അങ്ങേക്കാരാധന. നിങ്ങളുടെ രണ്ട് കരങ്ങളും ആ ചുണ്ടോട് ചേർത്ത് വെച്ചുകൊള്ളൂ. സംസാരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മുടെ സംസാരം അപകടകരമാണ്. അല്പം ആത്മസംയമനം പാലിച്ചിരുന്നെങ്കിൽ എന്തോരം അപകടങ്ങളും അനർത്ഥങ്ങളും കുടുംബത്തിൽ ഒഴിവാകുമായിരുന്നു. കുറ്റം പറയുന്ന, ചീത്ത പറയുന്ന, താരതമ്യപ്പെടുത്തുന്ന, പിറുപിറുക്കുന്ന, മറ്റുള്ളവരെ കണ്ണുനീര് കുടിപ്പിക്കുന്ന, കളിയാക്കുന്ന നമ്മുടെ സംസാരം. ഈശോയെ, വചനം പറയേണ്ട നാവാണ് എൻ്റെത്. വചനം വായിക്കേണ്ട ഈ നാവ് കൊണ്ട് ഇനി ഞാൻ ആരെയും വേദനിപ്പിക്കില്ല, കണ്ണുനീര് കുടിപ്പിക്കില്ല. എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ. ഓ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ തക്കവണ്ണം എൻ്റെ നാവിന് ബലം നൽകണമേ. അശുദ്ധി മാറട്ടെ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ നാവിലേക്ക് അഭിഷേകം വെളിപ്പെടട്ടെ. ശ്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ത്രീഹന്മാരിൽ നിറഞ്ഞ പോലെ, സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ദാ പരിശുദ്ധ അൽത്താരിൽ നിന്ന് പ്രിയപ്പെട്ട അഭിവന്യ വൈദികരെല്ലാവരും നിങ്ങളുടെ നേരെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികളിൽ ഈ പരിശുദ്ധാത്മാവ് നിറയുവാൻ ഈ സമയം ഇതാ നിങ്ങളുടെ മേൽ അത്ഭുതകരമായ ദൈവത്തിന്റെ കാറ്റടിക്കുന്ന സമയം. വിശ്വസിച്ചോളൂ, ഈ ദിവസങ്ങൾ കേട്ട അഭിഷേകം നിന്നിൽ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ഇതാ ഈ അഭിഷേക ശുശ്രൂഷ നീ സ്വീകരിച്ചോളൂ. ഇന്ന് ഇവിടെ വന്ന എല്ലാ വൈദികരുടെയും കൃപകളോട് ചേർന്ന് ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിൽ കൂദാശകൾ കൃപകളായി മാറി കടന്നു വന്ന എല്ലാ വൈദികരുടെ അഭിഷേക അധികാരത്തോട് ചേർന്ന്
ഡിവൈൻ പോട്ട ശുശ്രൂഷയിലെ എല്ലാ വൈദികരുടെ അഭിഷേക അധികാരത്തോട് ചേർത്ത് കേരളത്തിലെ 120ഓളം വരുന്ന ധ്യാന മന്ദിരങ്ങളുടെ അഭിഷേക അധികാരത്തോട് ചേർത്ത് ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായി കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലുമുള്ള സകല തിന്മയുടെ നാരക ശക്തികൾ കെട്ടഴിഞ്ഞു പോകുവാൻ, ഇനി മുതൽ നിങ്ങളുടെ ജീവിത വഴികളിൽ പുതിയൊരു അഭിഷേകത്തിന്റെ കാറ്റ് വീശുവാൻ, ഇതാ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ കാറ്റാണ്, ദൈവത്തിന്റെ തീയാണ്, ഇത് പരിശുദ്ധാത്മാവാണ്. ഈ അഭിഷേകം കൃപയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്ന സമയം എല്ലാവരും 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഇതാ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേക അധികാരത്തിൽ നിങ്ങളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അത്ഭുതകരമായ ദൈവീക ഇടപെടൽ സംഭവിക്കുവാൻ കർത്താവേ ഈ ശുശ്രൂഷ ഇടവരുത്തട്ടെ. നിങ്ങളെ തടയുന്ന എല്ലാ തിന്മയുടെ നാരക ശക്തികളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് കാറ്റ് വീശി വഴി തുറക്കട്ടെ. യെശയ്യാ 22:22 അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവനടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. യെശയ്യായുടെ പുസ്തകം 45:2-3 തിരുവചനം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിൽ എന്തികളും രഹസ്യനിധി ശേഖരവും നിനക്ക് തരും. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 തിരുവചനം. എന്റെ ദൈവം തന്റെ സർവ്വമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ദൈവജനത്തിന്റെ മേൽ സങ്കീർത്തനം 91 അത്യുന്നതന്റെ ശക്തി വെളിപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, 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 ആമേൻ. നെറ്റിയിൽ കുരിശടയാളം ഒന്ന് വരച്ചേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് ദിവികാരുണ്യ പ്രദക്ഷിണ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കാൻ പോവാം. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകുന്നതിനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകുന്നതിനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകുന്നതിനെ ആരാധിക്കുമ്പോൾ. ആകാരത്തിൽ പാനീയത്തിൽ ആശീർവാദം നിറയാനായി നീയും നിന്റെ കുടുംബവും ഇന്ന് ആരാധിക്കണം. ആകാരത്തിൽ പാനീയത്തിൽ ആശീർവാദം നിറയാനായി നീയും നിന്റെ കുടുംബവും ഇന്ന് ആരാധിക്കണം. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ആദിയുമന്തുമാകും. എന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങള്, അടയാളങ്ങള്, അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയുമന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. ജീവിത വഴിയിൽ സ്വർഗത്തിന്റെ കരങ്ങൾ നമ്മിൽ പതിയാറാൻ ജീവിതകാലം മുഴുവൻ നാഥനെ ആരാധിച്ചിടാം. ജീവിത വഴിയിൽ സ്വർഗത്തിന്റെ കരങ്ങൾ നമ്മിൽ പതിയാറാൻ ജീവിതകാലം മുഴുവൻ നാഥനെ ആരാധിച്ചിടാം. അത്ഭുതങ്ങൾ കാണാം, കരമുയർത്തി കരമടിച്ച് കാണാം, ആദിയുമന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയുമന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും വേളകളിൽ ആദികൾ അകലും വ്യാധികൾ ഒഴിയും അഭിഷേകം നിറയും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും വേളകളിൽ ആദികൾ അകലും വ്യാധികൾ ഒഴിയും അഭിഷേകം നിറയും. അത്ഭുതങ്ങൾ എല്ലാവരും ആകുന്നതിനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിമന്തുമാകുന്നവനെ ആരാധിക്കും. പഠിക്കേ അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിമന്തുമാകുന്നവനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിമന്തുമാകുന്നവനെ ആരാധിക്കുമ്പോൾ. പരിശുദ്ധ പരമമാ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമേ ശിരസ് നമിച്ച് എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടിക്കൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
എന്നും എന്നും അങ്ങേക്കാരാധന. എല്ലാവരും ഒരിക്കൽ കൂടി പരിശുദ്ധ പരമമാ സ്വരമുയർത്തി ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. എന്നും എന്നും അങ്ങേക്ക് ആരാധന. എന്നും എന്നും അങ്ങേക്കാരാധന. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഈഡൻ ജോർജ്. ഞാൻ ബോൾഗാട്ടി യൂത്ത് വിങ്ങിനെ പ്രതികരിച്ച് നിൽക്കുന്നു. പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങൾക്ക് കിട്ടിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. രാവിലെ ഞങ്ങൾ ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ റാലിയായിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത്. എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ മുദ്രാവാക്യങ്ങളോടെയാണ് ജയ് ജയ് ക്രിസ്തുരാജൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ സ്തുതിച്ചും ആരാധിച്ചും ആരാധനയും ഒക്കെ നല്ലൊരു അനുഭവമായിരുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നിമിഷിത ജോർജ്. ഞാൻ ബോൾഗാട്ടി ഇടവക അംഗമാണ്. ഞാനിന്നിവിടെ നിൽക്കുന്നത് യൂത്ത് വിങ് ബോൾഗാട്ടിനെ പ്രതിനിധീകരിച്ചാണ്. ഇത് ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ഇതെൻ്റെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് എനിക്ക് വലിയ കാര്യത്തിൽ ഓർമ്മയില്ല. പക്ഷേ ഈ ഒരു രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ശുശ്രൂഷയാണ് മരണാനുഭവ ശുശ്രൂഷ. ആ ഒരു ശുശ്രൂഷ എൻ്റെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യത്തെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. നമ്മൾ എന്തിനൊക്കെ വേണ്ടി ഓടിയാലും ടുവേർഡ്സ് ദി എൻഡ് ഈശോയെ അറിയുവാനും ആ ഒരു മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനൊക്കെ ആ ഒരു ശുശ്രൂഷയിലൂടെ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് നല്ലൊരു കുമ്പസാരം നടത്താനും നല്ലൊരു വിശുദ്ധ കുർബാനയിൽ എങ്ങനെ പങ്കെടുക്കണമെന്ന് അറിയുവാനും ഈശോയെ ഓരോ വിശുദ്ധ കുർബാനയിലൂടെ എങ്ങനെ അനുഭവിക്കാൻ സാധിക്കുമെന്നും ഞാൻ ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ അനുഭവിച്ചറിഞ്ഞു. യൗവനത്തിൽ തന്നെ ഈശോനെ സ്നേഹിക്കുവാനും ഈശോയുടെ ഒപ്പം നടക്കുവാനും ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ എന്നെ സഹായിച്ചു. ഈ ഒരു ധ്യാനം ഇവിടെ നടത്തി തന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോണച്ചനെയും അതോടൊപ്പം തന്നെ വിനിസിഷ്യൻ സഭാംഗങ്ങളായ എല്ലാ വൈദികരെയും ഈ സമയങ്ങളിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. പ്രത്യേകമായി ജോജോച്ചനെയും അമലച്ചനെയും ഷെറിനച്ചനെയും അതോടൊപ്പം തന്നെ തോമസ് അച്ഛനെയും വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു.